ഇതാണ് ഡയബറ്റിസ് അഥവാ പ്രമേഹം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ ഇൻസുലിൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറവ് മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ. ഫ്രീക്വൻ്റ് യൂറിനേഷൻ, ദാഹം കൂടുന്നു, ക്രമാതീതമായി വെയിറ്റ് കുറയുന്നു, മുറിവുണങ്ങാൻ പ്രയാസം, കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നു, അങ്ങനെ പല ലക്ഷണങ്ങളുണ്ട് പ്രമേഹത്തിന്. ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഡയറ്ററി മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അളവ് കുറച്ച് പല തവണയായിട്ട് ആഹാരം കഴിക്കുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീനും ഫൈബറും കൂടുതലായിട്ട് കഴിക്കുക, ചൂടോട് കൂടിയ ധാന്യങ്ങൾ ഉപയോഗിക്കുക, പാലും പാലുൽപ്പന്നങ്ങളും ഫാറ്റ് റിമൂവ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. ഐറ്റംസ്, മൈദ ഐറ്റംസ്, സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക, ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ഒരു മീൽ പോലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. എല്ലാ മീലും കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ പോസ്റ്റ് ഡിന്നറായിട്ട് ഒരു ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇൻസുലിൻ എടുക്കുന്നതിന് മുമ്പ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഇൻസുലിൻ എടുക്കുക. ഇൻസുലിൻ എടുത്തു ഒരു ഹാഫ് അവർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാവുന്നതാണ്. ഷുഗർ കൺട്രോൾ ആയിട്ടുള്ള പേഷ്യൻസിന് അനുവദനീയമായിട്ടുള്ള ഫ്രൂട്ട്സാണ് ആപ്പിൾ, പേരയ്ക്ക, പപ്പായ, പാഷൻ ഫ്രൂട്ട്, റോബസ്റ്റ, മാതള നാരങ്ങ, തണ്ണിമത്തൻ. ഇവയിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കാം. പപ്പായൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ പീസ്, അധികം പഴുക്കാത്ത പപ്പായ ഒരു ചെറിയ പീസ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു മെയിൻ മീലിൻ്റെ കൂടെ ഫ്രൂട്ട് കഴിക്കരുത്. മിഡ് മോർണിംഗോ അല്ലെങ്കിൽ സ്നാക്ക് ടൈമോ അങ്ങനെ ഏതെങ്കിലും ഇടനേരങ്ങളിൽ മാത്രം ഫ്രൂട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക.